അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം സഹിഹാവാൻ പറ്റുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണയെക്കുറിച്ചാണ് സഹോദരൻ്റെ ചോദ്യം. ശരീരത്തിൽ നാം വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഔറത്ത് പ്രകടമാവാത്ത രൂപത്തിൽ പുറത്തുനിന്ന് ഒരാൾ വീക്ഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊടയുടെ കളറ് കാണുന്നുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ മറക്കേണ്ട സ്ഥലം മുഖവും മുങ്കയുമല്ലാത്തത് മുഴുവനും അവൾ മറക്കണം, പ്രത്യേകിച്ച് നമസ്കാര സമയത്തിൽ. അങ്ങനെയുള്ള ആ മറക്കേണ്ടതായ സ്ഥലത്ത് അവൾ മറക്കുന്ന സന്ദർഭത്തിൽ അവൾ ധരിച്ചതായ വസ്ത്രത്തിൽ കൂടി അവളുടെ പുറമെ നിന്ന് ആ തോലിൻ്റെ കളറ് പ്രകടമാകുന്നുണ്ട്. അല്ലെങ്കിൽ അവൻ മറക്കേണ്ടതായ മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ളതായ സ്ഥലം ആ തോലിൻ്റെ കളറ് പ്രകടമാകുന്നുണ്ട് എങ്കിൽ നമസ്കാരം സഹിഹാകുന്നതല്ല. അതാണ് യഥാർത്ഥത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത്. വസ്ത്രധാരണയിൽ തുണി ഉടുക്കുന്ന സന്ദർഭത്തിൽ നാം നമസ്കരിക്കുന്ന സ്ഥലം കാറ്റുള്ള സ്ഥലമാണെങ്കിൽ കാറ്റിൽ കൂടി നമ്മുടെ ഔറത്ത് നമസ്കാര വേളയിൽ തുണി പൊങ്ങുകയും അത് പ്രകടമാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതും നമുക്ക് നമ്മുടെ നമസ്കാരത്തെ നഷ്ടപ്പെടുത്താൻ കാരണമായിത്തീരും. അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ തുണി ഉടുക്കുന്ന സന്ദർഭത്തിൽ അത് മൂട്ടിയ തുണി അഥവാ അതിൻ്റെ സൈഡുകളെ കൂട്ടി തുന്നപ്പെട്ടതായ തുണി ഉടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. ഈ നടക്കുന്ന സന്ദർഭത്തിലോ അല്ലെങ്കിൽ നമസ്കരിക്കുന്ന സന്ദർഭത്തിലോ നമ്മുടെ ഔറത്ത് പ്രകടമാവാതിരിക്കാൻ വേണ്ടിയാണ്. ഏതായാലും സഹോദരൻ്റെ ചോദ്യത്തിൽ വന്നതായ പുറമേ നിന്ന് കാണുന്ന സന്ദർഭത്തിൽ ശരീരത്തിൻ്റെ കളറ് പ്രകടമാവാത്ത രൂപത്തിൽ ഉള്ളതായ ഡ്രസ്സായിരിക്കണം ധരിക്കേണ്ടത്. അത് ഡബിളോ അല്ലെങ്കിൽ ഒറ്റയോ എങ്ങനെയായിരുന്നാലും വിരോധമില്ല. ഈ നിബന്ധനയാണ് അവിടെ പാലിക്കേണ്ടത്. ഔറത്ത് ഏതാണെന്ന് ഞാൻ വിശദീകരിച്ചു. ആ ഔറത്ത് എന്ന് പറയുന്ന അഥവാ നിസ്കരിക്കുമ്പോൾ പ്രകടമാവാൻ പാടില്ലാത്തതായ ഭാഗങ്ങൾ പുരുഷന്മാർക്ക് അതുപോലെ സ്ത്രീകൾക്ക് ആ സ്ഥലങ്ങളിൽ ധരിക്കുന്നതായ വസ്ത്രം നാം പുറമെന്ന് നോക്കിയാൽ തോലിൻ്റെ കളറ് പ്രകടമാവുന്ന രൂപത്തിലാണെങ്കിൽ നമസ്കാരം സഹിയാകുന്നതല്ല. അതുപോലെ തന്നെ അങ്ങനെയുള്ള ഡ്രസ്സ് യഥാർത്ഥത്തിൽ നാം മറ്റു നമസ്കാരമല്ലാത്ത സന്ദർഭങ്ങളിലും ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ മുമ്പിലാകുമ്പോൾ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ മുമ്പിലാകുമ്പോൾ, അന്യപുരുഷന്മാരുടെ മുമ്പിലാകുമ്പോൾ. ഇതാണ് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.